ഹേ ഗായ്സ്, അപ്പോൾ നാട്ടിൽ നിന്ന് വന്നൊരു പെട്ടി പൊട്ടിക്കലാണ് ഈ കാണുന്നത്. പെട്ടി പൊട്ടിക്കാനാണെങ്കിൽ നല്ല എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഇതിനകത്ത് മമ്മിയും ഇപ്പോൾ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് റൂമിൽ എല്ലാവർക്കും വേണ്ടി. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കൊറിയർ കിട്ടുമ്പോൾ അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ പെട്ടി പൊട്ടിച്ചപ്പോൾ ആദ്യമേ തന്നെ ബ്രൂ പാക്കറ്റ് വെച്ചേക്കുന്നത്. കാരണം രാവിലത്തെ ചായ കൂടി മുട്ടരുതല്ലോ. ഇത് പിന്നെ പൊന്നിനുള്ളത് ക്ലേ ആണ്. പൊന്നു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പൊന്നിന് ക്ലേ വെച്ചതാണ് മമ്മി പപ്പയും. നഴ്സിങ്ങിന് കയറിയ പിന്നെ മാർക്കർ പെണ്ണൊക്കെ എത്ര കിട്ടിയാലും മതിയാവില്ല. അത്രയ്ക്ക് അസൈൻമെന്റ് ഒക്കെ എഴുതാനുള്ളതാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഹോസ്റ്റൽ ഫുഡ് കൊണ്ട് തന്നെ അത് ജീവിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മമ്മി ഒരു കൊഴുവാച്ചാർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് കുറച്ച് പേനകളും പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു പാൽപ്പൊടിയും എല്ലാം മമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതാണ് സർപ്രൈസ്. പപ്പയും മമ്മിയും ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി വെച്ചതാണിത്. ഞങ്ങളെല്ലാവരും അലുവ പ്രേമികളാണ്. അതുകൊണ്ട് തന്നെയാണ് മമ്മിയും പപ്പ ഇത് തന്നെ വെച്ചത്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം ഒരു സ്കെച്ചും പിന്നെ കുറച്ച് നോട്ട് പാഡും അതെല്ലാം കൂടെ വെച്ച് അങ്ങനെ നമ്മുടെ പെട്ടി പൊട്ടിക്കൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് വേറൊരു സാധനം കണ്ടത്. ഇത് പിന്നെ തുറക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം ഇതിനകത്ത് എന്തായിരിക്കുമെന്ന്. എപ്പോൾ നാട്ടിൽ നിന്ന് കൊറിയർ അയച്ചാലും അതിനകത്ത് കുറച്ച് ഡയറി മിൽക്കുകൾ അവിടെ വെച്ചിട്ടുണ്ടാവും. കാരണം അവർക്കറിയാം ഞങ്ങളൊരു ഡയറി മിൽക്ക് കൊതിച്ചുകളാണെന്ന്. ഡയറി മിൽക്ക് കിട്ടിയ സന്തോഷത്തിലാണ് പൊന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.